ഇന്ത്യയെ തോൽപ്പിച്ചെന്ന് പറഞ്ഞ ബൈക്കിൽ റാലി നടത്തുന്ന മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിയെ ആരും മറന്നു കാണില്ലല്ലോ. സത്യം എന്നാണെങ്കിലും പുറത്തുവരും. ഇനി എത്ര റാലി നടത്തിയാലും. റാവൽപിണ്ടിയിൽ ആക്രമണം നടന്നുവെന്ന്, ഇന്ത്യ ആക്രമിച്ചുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇന്ന് ലോകത്തിന് മുന്നിൽ സമ്മതിച്ചു. നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ആദ്യ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാൻ പടച്ചുവിട്ട പച്ച കള്ളങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വരികയാണ്. ഇന്ത്യ നടത്തിയ ആക്രമണം അത് എത്രത്തോളം വലിയ നാശമാണ് പാകിസ്ഥാൻ രാജ്യത്ത് വിതച്ചതെന്ന്. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ കൊണ്ട് മാത്രം രംഗപ്രവേശനം നടത്താറുള്ള ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഷഹബാസ് ഷെരീഫ് ചില കാര്യങ്ങൾ ഉന്നം വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിമ്പതി പിടിച്ചുപറ്റുക എന്നുള്ള കാര്യമാണ്. ലോകരാജ്യങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റുക. പാകിസ്ഥാനൊപ്പം അസർബൈജാൻ, തുർക്കി, ചൈന പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും ഇന്ത്യക്കൊപ്പം നയതന്ത്ര തലത്തിൽ പിടിച്ചു നിൽക്കാൻ അത് മാത്രം പോരാ. ലോകരാജ്യങ്ങളായിട്ടുള്ള ഭീമന്മാരുടെ പിന്തുണ കൂടി ഉറപ്പാക്കണം. പ്രത്യേകിച്ചും പാകിസ്ഥാനെതിരെ, പാകിസ്ഥാൻ്റെ ഭീകര പിന്തുണയ്ക്കെതിരെ തുറന്നു കാട്ടാൻ വേണ്ടി ഇന്ത്യ 7 അംഗ സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. അതും റഷ്യയും UK-യും USA-യും അറബ് രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ 7 സംഘങ്ങളെയാണ് അയക്കുന്നത്. ഇത് പാകിസ്ഥാനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കും. ലോകരാജ്യങ്ങൾക്കിടയിൽ അവരുടെ പിന്തുണ ഇല്ലാതാക്കും. ഒപ്പം തന്നെ IMF-ൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പാകിസ്ഥാനെതിരെ ഇന്ത്യ വീണ്ടും നീങ്ങാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പല മിസൈലുകളും പാകിസ്ഥാന് മേലെ പ്രഹരിച്ചപ്പോൾ പാകിസ്ഥാൻ ചൈനീസ് യുദ്ധവിമാനങ്ങൾ എടുത്താണ് ഇന്ത്യക്കെതിരെ തിരിച്ചടിക്ക് ശ്രമിച്ചത്. അതും വളരെ ദയനീയമായി തന്നെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാൻ്റെ കള്ളികളെല്ലാം തന്നെ വെളിച്ചത്താവുകയാണ്. അവർ പിന്തുണയ്ക്ക് വേണ്ടി, ലോകരാജ്യങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. പക്ഷേ എല്ലാ തരത്തിലും പൂട്ടാൻ വേണ്ടിയുള്ള നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.